ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്നുള്ളതാണ്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ IC എൻജിൻ എന്ന് വിളിക്കും. ഇൻറ്റേർണലായിട്ട് കമ്പസ്റ്റൻ നടന്നുകൊണ്ട് വർക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്ന ഡിവൈസസ് ആണ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡീസൽ എൻജിൻ, പെട്രോൾ എൻജിൻ, ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന എൻജിൻസ് എല്ലാം IC എൻജിൻസ് ആണ്. അപ്പോൾ ഒരു എൻജിൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നു. നമ്മൾ തെർമോഡൈനാമിക്സിൽ എന്തായിരുന്നു ഒരു ഹീറ്റ് എൻജിൻ എന്ന് കണ്ടിരുന്നു. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഹീറ്റ് ഇൻപുട്ട് നമ്മൾ ആ ഹീറ്റ് എൻജിനിലേക്ക് സപ്ലൈ ചെയ്താൽ ആ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നൊരു സൈക്ലിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഓട്ടോ സൈക്കിളോ ഡീസൽ സൈക്കിളോ ഒക്കെ ഒരു ഹീറ്റ് എൻജിനാണ്. അപ്പോൾ നമ്മൾ ഔട്ടിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഹീറ്റിൻ്റെ ഒരു പാർട്ട് വർക്കായിട്ട് തരും, ഒരു പാർട്ട് എന്ന് പറയുന്നത് വേസ്റ്റ് ഹീറ്റായിട്ട് മാറും. ഓക്കെ, വേസ്റ്റ് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം ഒരു ഹീറ്റ് എൻജിൻസും 100% എഫിഷ്യൻറ്റ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വേസ്റ്റ് ഹീറ്റ് ഉണ്ടാവുന്നത്. എനിവേ, ഇപ്പോൾ ഹീറ്റ് എൻജിൻ്റെ പർപ്പസ് എന്താണ്? ആ ഹീറ്റ് എൻജിനിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഇൻപുട്ടിൻ്റെ ഒരു പാർട്ട് വർക്കായിട്ട് തരുന്നു, അല്ലെങ്കിൽ വർക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്ന ഡിവൈസസ് ആണ് ഹീറ്റ് എൻജിൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ IC എൻജിനും അത് തന്നെയാണ്, വർക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ പെട്രോൾ എൻജിനോ ഡീസൽ എൻജിനോ ഒക്കെ ഉണ്ട്. പെട്രോൾ എൻജിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ പെട്രോളാണ്. ഡീസൽ എൻജിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ഡീസൽ ഫ്യൂവലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പസ്റ്റിന് വിധേയമാകുന്നു. ഓക്കെ, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ റിലീസാവുന്ന എനർജി, ആ എനർജിയുടെ ഒരു പാർട്ട് വർക്കായിട്ട് തരുന്ന ഡിവൈസസ് ആണ് ഹീറ്റ് എൻജിൻ. ഓക്കെ, അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്യൂവലാണ്. ഓക്കെ, ആ ഓരോ ഫ്യൂവലിനും ഡിഫറെൻറ്റ് കലോറിഫിക് വാല്യൂ ഉണ്ടാകും. മീൻസ് അതിനകത്തുള്ള എനർജി കണ്ടൻ്റാണ് കലോറിഫിക് വാല്യൂ. അപ്പോൾ എനിവേ, ഈ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ റിലീസാവുന്ന എനർജി എന്താണോ ആ എനർജിയുടെ ഒരു പാർട്ട് നമുക്ക് വർക്കായിട്ട് ഈ IC എൻജിൻ തരുന്നു. ഓക്കെ, ഒരു പാർട്ട് വേസ്റ്റ് ഹീറ്റായിട്ട് മാറുന്നു. ആ വേസ്റ്റ് ഹീറ്റാണ് പിന്നീട് സൈലൻസർ വഴി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് ഹീറ്റ് ആയിട്ട് വരുന്ന ആ എക്സോസ്റ്റ് ഗ്യാസ് നമുക്കറിയാം, അതിന് നല്ല ടെമ്പറേച്ചറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കുറേ എനർജി, അതായത് Q1 കുറേ എനർജി വേസ്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരളവ് വർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിവേ, IC എൻജിൻ ഇത്തരത്തിൽ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ റിലീസാവുന്ന എനർജിയെ വർക്കായിട്ട് മാറ്റുന്നു. ആ വർക്കാണ് നമ്മൾ പിന്നീട് വീലിലേക്കൊക്കെ കൊടുത്തുകൊണ്ട് ഓട്ടോമൊബൈൽസ് മൂവ് ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വർക്കാണ് നമ്മൾ ജനറേറ്ററിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് IC എൻജിൻ. അപ്പോൾ ഇത്തരത്തിലൊരു കമ്പസ്റ്റൻ ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പസ്റ്റൻ നടക്കുന്നു, ഒരു കത്തൽ, ഒരു ബേണിങ്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയാം, അത് നടക്കുന്നു. ആ എക്സ്പ്ലോഷൻ ഒരു സഡൻ ആയിട്ടുള്ള എനർജി റിലീസ് ഉണ്ടാക്കുന്നു. ആ എനർജിയുടെ ഒരു പാർട്ട് വർക്കായിട്ട് കിട്ടുന്നു. ദെൻ ആ വർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓട്ടോമൊബൈൽസ് മൂവ് ചെയ്യിക്കുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതാണ് IC എൻജിൻ്റെ പർപ്പസ്. അപ്പോൾ ഈ കാണുന്നതും ഒരു എൻജിനാണ്. ഫെറാറി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഹൈ കപ്പാസിറ്റി എൻജിനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി എൻജിൻ കമ്പോണൻസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇനി ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്താണ്? ഹീറ്റ് എൻജിൻ വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻ എ ഫ്യൂവൽ ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഫ്യൂവലിനകത്തുള്ള കെമിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഹീറ്റ് എൻജിൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ റിലീസാവുന്ന എനർജി, ആ എനർജിയുടെ ഒരു പാർട്ട് വർക്കായിട്ട് തരുന്ന ഡിവൈസാണ് ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞു. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഫ്യൂവലിനകത്തുള്ള ആ കെമിക്കൽ എനർജീനെ എന്തായി മാറ്റുന്നു? വർക്കാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. ആ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹീറ്റ് എൻജിൻ അല്ലെങ്കിൽ IC എൻജിൻസ്.
അപ്പോൾ ഈ കാണുന്ന ഒരു ഐ സി എഞ്ചിനാണ്, കംപ്ലീറ്റ് കമ്പോണൻസ് ചേർന്നിട്ടുള്ള ഒരു ഐ സി എഞ്ചിനാണ് ഈ കാണുന്നത് നമ്മൾ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു വർക്കിംഗ് കാണിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഇത് ഒരു ഐ സി എഞ്ചിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഐ സി എഞ്ചിൻസ് പല ടൈപ്പ് ഉണ്ട്, നമ്മളതൊക്കെ പഠിക്കും. എനിവേ മെയിനായിട്ടൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഐ സി എഞ്ചിനെ നമ്മൾ 4 സ്ട്രോക്കും 2 സ്ട്രോക്കുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. എനിവേ 4 സ്ട്രോക്കും 2 സ്ട്രോക്കുമായിട്ട് തിരിക്കും. രണ്ടാമത്തെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെട്രോളും ഡീസലുമാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം, ഇവിടുത്തെ ഈ ഒരു എൻജിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പെട്രോൾ എൻജിൻ്റെ അതോടൊപ്പം തന്നെ ഒരു 4 സ്ട്രോക്ക് എൻജിൻ്റെ ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 4 സ്ട്രോക്ക് എന്ന് പറയാൻ കാരണം ഉള്ളത് നമ്മൾ പിന്നീട് പറയും. എന്നാലും മെയിനായിട്ടൊന്ന് ഓർത്തിരിക്കാനുള്ളൊരു മാർഗ്ഗം ഇതാണ്. 4 സ്ട്രോക്കിൽ നമുക്ക് ഇത്തരത്തിൽ വാൽവ്സ് ഉണ്ടാകും. ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്ന വാൽവും എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്ന വാൽവും ഉണ്ടാകും. പക്ഷേ 2 സ്ട്രോക്ക് എഞ്ചിനിൽ നമുക്ക് വാൽവ്സ് ഉണ്ടാവില്ല. ഇനി അടുത്തത്, ഇതൊരു പെട്രോൾ എഞ്ചിനാണ് എന്ന് പറയാനുള്ള കാരണം നമ്മളിവിടെ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്പാർക്ക് പ്ലഗിൻ്റെ പർപ്പസ് എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇനിവേ നമുക്കിവിടെ ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്. ഈ കാണുന്നതാണ് ഇൻലെറ്റ് വാൽവ്. ഇത് എക്സോസ്റ്റ് വാൽവ്. ആ ഇൻലെറ്റ് വാൽവിനെയും എക്സോസ്റ്റ് വാൽവിനെയും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യാം ഷാഫ്റ്റും ക്യാമും ഉണ്ട്. ദെൻ ഈ കാണുന്നതാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയും. ഇത് എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയും. ഓരോന്നിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് നമ്മുടെ എൻജിൻ സിലിണ്ടർ. ഈ കാണുന്നതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ ടോപ്പിലുള്ള ഇത്രയും പോർഷനെ നമ്മൾ വിളിക്കുന്നതാണ് സിലിണ്ടർ ഹെഡ്. മീൻസ് സിലിണ്ടറിൻ്റെ ടോപ്പ് പോർഷൻ, അതാണ് സിലിണ്ടർ ഹെഡ്. ഇത് സിലിണ്ടർ. ഇനി ഈ കാണുന്നതാണ് പിസ്റ്റൺ. പിസ്റ്റൺ എന്ന് പറയുന്നത് സിലിണ്ടറിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യും. എങ്ങനെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ ഇനി പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സിലിണ്ടറിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ പിസ്റ്റൺ ഇത്തരത്തിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ആ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ ഒരു റോട്ടറി മൂവ്മെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസസ് ആണ് ഈ കാണുന്ന കണക്റ്റിംഗ് റോഡ്, ഈ കാണുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ഒക്കെ നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിസ്റ്റൺ ഏതോ ഒരു കാരണത്താൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. ആ റെസിപ്രോക്കേറ്റീവ് മോഷനെ നമുക്ക് റോട്ടറി മോഷനാക്കി മാറ്റണം. ദെൻ ഇതാണ് ക്രാങ്ക് കേസ്. ദെൻ ഇവിടെ നമ്മൾ കൂളിംഗ് വാട്ടർ പ്രൊവൈഡ് ചെയ്യും. എന്തിനാണെന്നൊക്കെ ഉള്ളത് പറയാം. അപ്പോൾ എനിവേ, ഇപ്പോൾ ഇതൊരു പെട്രോൾ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു, 4 സ്ട്രോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറയുന്ന പെട്രോളാണ്. അപ്പോൾ ഈ പെട്രോളിനെ നമ്മൾ വേപ്പർ ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ, എന്നിട്ട് അത് എയറുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ പെട്രോളിനെ വേപ്പർ ഫോമിലേക്ക് മാറ്റിയിട്ട് എയറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെട്രോൾ എയർ മിക്സ്ചർ കിട്ടും, അല്ലെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ കിട്ടും. ആ എയർ ഫ്യൂവൽ മിക്സ്ചർ ഈ ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് വരുന്നു. ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് പൈപ്പ് പോലെ നിങ്ങൾ അസ്യൂം ചെയ്താൽ മതിയാവും. അപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡിൽ വന്ന് കിടക്കുന്നു. ദെൻ പിസ്റ്റൺ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നതെന്ന് കരുതിക്കോ. ആ പിസ്റ്റൺ താഴോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഇൻലെറ്റ് വാൽവ്, ഈ കാണുന്ന ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ ഈ ഇൻലെറ്റ് മാനിഫോൾഡിനകത്തുള്ള പെട്രോൾ എയർ മിക്സ്ചർ എൻജിനകത്തേക്ക് എൻട്രി ചെയ്യും. ഇതാണ് എൻജിൻ. എൻജിൻ എന്ന് പറയുന്നത് സിലിണ്ടറും പിസ്റ്റനൊക്കെ അടങ്ങുന്ന ഇതാണ് എൻജിൻ. ഓക്കെ, ഈ എൻജിനകത്തേക്ക് എൻട്രി ചെയ്ത് ഈ സിലിണ്ടറിനകം മുഴുവൻ ഫില്ലാകുന്നു. ആര്? പെട്രോൾ എയർ മിക്സ്ചർ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പിസ്റ്റൺ വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്ത് ഈ പെട്രോൾ എയർ മിക്സ്ചറിനെ അങ്ങ് കംപ്രസ് ചെയ്യും. നമ്മൾ ഓട്ടോ സൈക്കിളിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ കണ്ട പോലെ അങ്ങ് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം നമ്മൾ ഈ സ്പാർക്ക് പ്ലഗ് അങ്ങ് ഇഗ്നൈറ്റ് ചെയ്യും, സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ സിലിണ്ടറിനകത്തുള്ളത്, അല്ലെങ്കിൽ പിസ്റ്റണും സിലിണ്ടറിനും ഇടയ്ക്കുള്ള ഇത്രയും ഗ്യാപ്പിൽ ആരാണുള്ളത്? പെട്രോൾ എയർ മിക്സ്ചറാണ്. നമ്മൾ അകത്തേക്ക് ഒരു സ്പാർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? സഡനായിട്ടൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ LPG ഫില്ല് ചെയ്തിട്ട് നമ്മളൊരു സ്പാർക്ക് അടിച്ചു കഴിഞ്ഞാൽ സഡനായിട്ടൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന പോലെ ഒരു കത്തൽ, ഒരു കമ്പസ്റ്റൻ, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകും. അപ്പോൾ ആ എക്സ്പ്ലോഷൻ മൂലം ഒരു ഹൈ ആയിട്ടുള്ളൊരു പ്രഷർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആ പ്രഷർ എങ്ങോട്ട് ആക്ട് ചെയ്യും? പിസ്റ്റൻ്റെ ടോപ്പിൽ ആക്ട് ചെയ്യും. മീൻസ് പിസ്റ്റനെ
പുഷ് ചെയ്യും, താഴോട്ട് പോകാനുള്ള രീതിയിൽ പുഷ് ചെയ്യും ആ ഒരു പ്രഷർ മൂലം. കാരണം ഹൈ പ്രഷറാണ് കമ്പസ്റ്റൻ മൂലം ജനറേറ്റ് ചെയ്യുന്നത്. ആ പ്രഷർ മൂലം പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ പിസ്റ്റൻ്റെ ഈ താഴോട്ടുള്ള മൂവ്മെൻറ്റിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ മൂവ്മെൻറ്റിനെ റോട്ടറി മൂവ്മെൻ്റ് ആക്കി മാറ്റുന്നു, നമുക്ക് റൊട്ടേഷണൽ ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്പസ്റ്റൻ നടക്കുമ്പോൾ ആ കമ്പസ്റ്റൻ മൂലം പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു, ദെൻ നമുക്ക് വർക്ക് കിട്ടുന്നു. ഇതുകൊണ്ടും തീർന്നില്ല, ഇനിയും അതുമായിട്ട് ചേർന്ന് കുറേ കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 4 സ്ട്രോക്ക് പറയാൻ നേരത്തും 2 സ്ട്രോക്ക് പറയാൻ നേരത്തും പറയും. അപ്പോൾ എനിവേ നമുക്ക് എങ്ങനെയാണ് പവർ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ ഈ ഫ്യൂവൽ എയർ മിക്സ്ചർ ബേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പസ്റ്റൻ നടക്കുന്നു. ഔത്തിൽ നിന്ന് റിലീസാവുന്ന എനർജിയെ നമ്മൾ ഇത്തരത്തിൽ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിലൂടെ, മെക്കാനിക്കൽ മൂവ്മെൻറ്റിലൂടെ വർക്കാക്കി മാറ്റുന്നു. ആ മെക്കാനിക്കൽ മൂവ്മെൻറ്റാണ് നമ്മൾ പിന്നീട് റോട്ടറി മൂവ്മെൻ്റ് ആക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ പിസ്റ്റൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അതിനെ നമ്മൾ റോട്ടറി മൂവ്മെൻ്റ് ആക്കിക്കൊണ്ട് നമ്മൾ വീലിലേക്ക് ആ പവർ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അപ്പോൾ കമ്പസ്റ്റൻ നടക്കുന്ന ഈ ഒരു ചേമ്പറിനെയാണ് നമ്മൾ കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറയുന്നു. കാരണം അവിടെയാണ്, ആ ചേമ്പറിലാണ് കമ്പസ്റ്റൻ നടക്കുന്നത്. ദെൻ കമ്പസ്റ്റനൊക്കെ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെയുള്ളത് സിലിണ്ടറിൽ അവശേഷിക്കുന്നത് ബേൺഡ് ആയിട്ടുള്ള ഗ്യാസാണ്. അപ്പോൾ ആ ബേൺഡ് ആയിട്ടുള്ള ഗ്യാസിനെ നമുക്ക് കളയണം. ഓക്കെ. അതിനാണ് ഈ എക്സോസ്റ്റ് മാനിഫോൾഡും ഈ എക്സോസ്റ്റ് വാൽവും. അപ്പോൾ കമ്പസ്റ്റനൊക്കെ നടന്നു കഴിയുമ്പോൾ ഈ എക്സോസ്റ്റ് വാൽവ്, ഈ കാണുന്ന എക്സോസ്റ്റ് വാൽവ് അങ്ങ് ഓപ്പൺ ആകുമ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ ബേൺഡ് ഗ്യാസ് ഈ എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി പുറത്ത് സൈലൻസർ വഴി അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അതാണ് നമുക്ക് ഒരു ഓട്ടോമൊബൈലിൽ നിന്നും ബൈക്കിൽ നിന്ന് പുക വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ബേൺഡ് ആയിട്ടുള്ള ഗ്യാസാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ്. ഫ്യൂൽ എയർ മിക്സർ വരുന്നു, കമ്പസ്റ്റൻ നടക്കുന്നു, ആ കമ്പസ്റ്റൻ്റെ ഔട്ട്പുട്ടാണ് പിസ്റ്റൺ മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഫ്യൂവലിൽ നിന്ന് റിലീസാവുന്ന കെമിക്കൽ എനർജി, ആ കെമിക്കൽ എനർജിയിൽ നിന്ന് ആണ് നമ്മൾ യൂസ് ചെയ്താണ് അവിടെ മെക്കാനിക്കൽ വർക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പസ്റ്റൻ നടക്കുന്നു, അതുമൂലം റിലീസാവുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്നു. പിസ്റ്റൻ്റെ ആ മൂവ്മെൻ്റാണ് നമ്മുടെ വർക്ക്. ഓക്കെ. ഇനി നമ്മളിവിടെ കൂളിംഗ് അറേഞ്ച്മെൻറ്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പസ്റ്റൻ നടക്കും സിലിണ്ടറിനകത്ത്. കമ്പസ്റ്റൻ നടക്കുമ്പോൾ ഓൾറെഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പം നമ്മൾ പിസ്റ്റണും സിലിണ്ടറും വാൽസും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലിമിറ്റിൽ വിസ്റ്റാൻഡ് ചെയ്യാനാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പസ്റ്റൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അങ്ങ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പിസ്റ്റണും സിലിണ്ടറിനും കേടാണ്. പിസ്റ്റൺ ഉരുകി പോകുന്നതിനൊക്കെ അത് കാരണമാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. കൂളിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ എൻജിനിലെ എല്ലാ പാർട്സും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് കൂളൻ്റ് സഹായകരമാണ്. അതാണ് നമ്മൾ വളരെ പെർഫോമൻസ് കൂടി ബൈക്കോ കാറോ അതൊക്കെ നമ്മൾ കൂളൻ്റ് യൂസ് ചെയ്യും. എന്നാൽ പെർഫോമൻസ് കുറഞ്ഞ, കപ്പാസിറ്റി കുറഞ്ഞ എൻജിനായ ബൈക്ക് എൻജിൻസ് അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ എൻജിൻസിലൊന്നും നമ്മൾ ഇത്തരത്തിൽ കൂളൻ്റ് യൂസ് ചെയ്യില്ല. കാരണം അവിടെ ഓൾറെഡി ആ വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എയറിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് തന്നെ കുറേ ഹീറ്റ് പൊക്കോളും. കാരണം കപ്പാസിറ്റി കുറഞ്ഞ എൻജിനാണ്. പക്ഷേ പെർഫോമൻസ് കൂടിയ എൻജിനോ കപ്പാസിറ്റി കൂടിയ എൻജിനോ ഒക്കെ വരുമ്പോൾ നമുക്ക് അത് പറ്റത്തില്ല. എയറിൻ്റെ ആ മൂവ്മെൻറ്റ് കൊണ്ട് മാത്രം ഹീറ്റ് റിലീസ് പറ്റത്തില്ല, ഹീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൂളൻ്റ്, വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൂളൻ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് 4 സ്ട്രോക്ക് പെട്രോളിൻ്റെ കേസിലാണ്. ഇനി ഇതൊരു 4 സ്ട്രോക്ക് ഡീസലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒരു 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? ഈ സ്പാർക്ക് പ്ലഗ് അങ്ങ് മാറും. സ്പാർക്ക് പ്ലഗ് അങ്ങ് മാറിയിട്ട് അതിന് പകരം അവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഒരു സാധനം വരും. അതായത് സ്പാർക്ക് പ്ലഗ് മാറിയിട്ട് അവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വരും. ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ കയറി വന്നത് പെട്രോൾ എയർ മിക്സറാണ് അല്ലെങ്കിൽ എയർ ഫ്യൂവൽ മിക്സറായിരുന്നു. പക്ഷേ ഡീസൽ എഞ്ചിൻ്റെ കേസിൽ ഈ ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ കയറി വരുന്നത് എയർ മാത്രമായിരിക്കും. ഓക്കെ. അപ്പോൾ എയർ മാത്രം ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ കയറി വന്ന് നമ്മുടെ സിലിണ്ടറിനകത്തേക്ക് അല്ലെങ്കിൽ എഞ്ചിനകത്തേക്ക് വരുന്നു.
ദെൻ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ എയറിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് വളരെ ഹൈ ടെമ്പറേച്ചറിലേക്കും ഹൈ പ്രഷറിലേക്കും മാറുന്നു. അതായത് നമ്മൾ നേരത്തെ കണ്ട പെട്രോൾ എഞ്ചിനിലുള്ള കംപ്രഷനേക്കാളും കൂടിയ കംപ്രഷൻ റേഷ്യോ ആയിരിക്കും ഇവിടെ. നമുക്കറിയാം കംപ്രഷൻ റേഷ്യോ എന്താണോ? ഡീസൽ സൈക്കിളിലും ഓട്ടോ സൈക്കിളും നമ്മൾ കണ്ടു V1/V2 ആണ് കംപ്രഷൻ റേഷ്യോ. അപ്പോൾ ഇനി ഡീസൽ എഞ്ചിന് ഈ കംപ്രഷൻ റേഷ്യോ കൂടുതലായിരിക്കും. മീൻസ് എയറിനെ നന്നായിട്ട് അങ്ങ് കംപ്രസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിലേക്കും ഹൈ പ്രഷറിലേക്കും മാറ്റും. എന്നിട്ട് ഇത് സംഭവിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ സ്പാർക്ക് പ്ലഗ് അല്ല, ഫ്യൂൽ ഇഞ്ചക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫ്യൂവൽ അവിടെ സ്പ്രേ ചെയ്യും. അപ്പോൾ ഈ വളരെ ഹൈ ടെമ്പറേച്ചറിലിരിക്കുന്ന എയറിലേക്ക് ഫ്യൂവൽ സ്പ്രേ ചെയ്യും. ഫ്യൂവൽ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്യൂവൽ ബേൺ ചെയ്യാൻ തുടങ്ങും. കാരണം ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള എയറിൻ്റെ മുകളിലേക്കാണ് ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽ ബേൺ ചെയ്യാൻ തുടങ്ങും. മീൻസ് അവിടെ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടെ സ്പാർക്ക് പ്ലഗ് ഡീസൽ എഞ്ചിന് ഇല്ല, ഫ്യൂൽ ഇഞ്ചക്ടറേ ഉള്ളൂ. ഫ്യൂൽ ഇഞ്ചക്ടർ വളരെ ഹോട്ടായിട്ടിരിക്കുന്ന എയറിലേക്ക് ഫ്യൂവൽ സ്പ്രേ ചെയ്യുമ്പോൾ കമ്പസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ അവിടെ ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യും. ദെൻ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ഒരു ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇവിടെ മെയിൻ വ്യത്യാസം എന്താണ്? സ്പാർക്ക് പ്ലഗിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വരുന്നു. ദെൻ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കൂടെ കയറി വരുന്നത് എയർ മാത്രമാണ്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കംപ്രഷൻ റേഷ്യോ വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറും പിസ്റ്റണും ബാക്കിയുള്ള കമ്പോണൻസും എല്ലാം കുറേയും കൂടെ ഇത്രയും കംപ്രഷനെ വിസ്റ്റാൻഡ് ചെയ്യാൻ തക്ക ഒരു സ്ട്രെങ്തിലായിരിക്കും മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിന് വെയിറ്റ് കൂടുതലായിരിക്കും. കാരണം കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. അപ്പോൾ ഇത്രയും പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് അതിന് വേണം. അപ്പോൾ ആ രീതിയിലായിരിക്കും അത് ബിൽഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു IC എഞ്ചിൻ്റെ വർക്കിംഗ്. അപ്പം ഇത്തരത്തിൽ ഇൻറ്റേർണലായിട്ട് കമ്പസ്റ്റ്യൻ നടക്കുന്നു, ഒരു കത്തൽ നടക്കുന്നു, ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഇൻറ്റേർണൽ കമ്പസ്റ്റ്യൻ എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ കാണുന്നത് ഇതാണ് പിസ്റ്റൺ. അപ്പോൾ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ആ റെസിപ്രോക്കേറ്റീവ് മോഷനെ നമുക്ക് റോട്ടറി മോഷനാക്കി മാറ്റാം. അതിനുവേണ്ടിയാണ് ഈ കണക്റ്റിംഗ് റോഡ്, ഈ കാണുന്ന ക്രാങ്ക്, ദെൻ ഈ കാണുന്ന ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ. അപ്പോൾ പിസ്റ്റൺ ഇത്തരത്തിൽ അപ്പ് ആൻഡ് ഡൗണോ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ദെൻ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നായിരിക്കും നമ്മൾ പവർ എടുക്കുന്നത്. ഓക്കെ. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ടൊരു ഫ്ലൈ വീലുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്കൊരു സിംഗിൾ സിലിണ്ടർ അല്ല, മറിച്ച് ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. കാരണം നമുക്ക് 4 പിസ്റ്റനുണ്ട്. അപ്പോൾ ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇത്തരത്തിൽ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. പിന്നെ എന്തിനാണ് ഈ ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത്? ഫ്ലൈ വീൽ ഇവിടെ 4 പിസ്റ്റൺസ് ഉണ്ട്. അപ്പോൾ 4 പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലൈ വീല് യൂസ് ചെയ്യുന്നത്. ദെൻ ഇനി ഒരു IC എഞ്ചിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെ? സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൾവ്സ്, ഫ്ലൈ വീൽ, ക്യാം ആൻഡ് ക്യാം ഷാഫ്റ്റ്. അപ്പോൾ ക്യാമും ക്യാം ഷാഫ്റ്റും എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാനാണ്. ഈ കാണുന്ന ഇതാണ് ക്യാം ഷാഫ്റ്റ്. ഈ ഒരു ഷേപ്പിലുള്ളതാണ് ക്യാം. അപ്പോൾ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാം ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഒക്കെ നമുക്ക് അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്നു. ഇതാണ് പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ഇതാണ് ക്രാങ്ക്, ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്റ്റൺ. പിസ്റ്റന് മുകളിലായിട്ടായിരിക്കും കമ്പസ്റ്റൻ നടന്ന് പ്രഷർ പിസ്റ്റന് മുകളിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ കണക്റ്റിംഗ് റോഡ് ഇതാണ് വാൽവ്സ്, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിലെ ക്രാങ്ക് ആണ് ഇത്. ഇവിടെയായിട്ടായിരിക്കും നമ്മൾ പിസ്റ്റൺ കണക്ട് ചെയ്യുന്നത്, ഈ ഒരു എൻഡിൽ. ഓക്കെ. ഇനി അടുത്താണ് സിലിണ്ടർ ബ്ലോക്ക്. നമുക്ക് ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ നമുക്ക് അവിടെ ഒരൊറ്റ സിലിണ്ടറും ഒരു പിസ്റ്റണേ ഉണ്ടാകത്തുള്ളൂ. അതേസമയം നമുക്ക് വളരെ പെർഫോമൻസ് വേണം, വളരെ പവർ വേണം, ടോർക്ക് വേണം, അല്ലെങ്കിൽ കപ്പാസിറ്റി കൂടിയ എഞ്ചിനാണ് എങ്കിൽ അവിടെ നമ്മൾ മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലെ സിലിണ്ടേഴ്സ് എല്ലാം നമ്മൾ ഒരു കോമൺ ബ്ലോക്കിലായിട്ടായിരിക്കും മാനുഫാക്ചർ ചെയ്തെടുക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ ഈ സിലിണ്ടർ ബ്ലോക്കിൽ നമുക്ക് 5 സിലിണ്ടറുണ്ട്. അപ്പോൾ 5 പിസ്റ്റണും ഉണ്ടാകും. ഓക്കെ. ഇത്തരത്തിൽ ഒരു സിംഗിൾ സിലിണ്ടർ കൊണ്ട് നമുക്ക്
നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലെ മൾട്ടിപ്പിൾ സിലിണ്ടറിലേക്ക് പോവുക. ഇപ്പോൾ വളരെ പവർ കൂടിയ സ്പോർട്സ് ബൈക്കിലൊക്കെ സിംഗിൾ സിലിണ്ടർ എഞ്ചിനില്ല, അവിടെ ട്വിൻ സിലിണ്ടർ ആകും, ട്രിപ്പിൾ സിലിണ്ടർ ആകും, 4 സിലിണ്ടർ ആകും. അങ്ങനെ ആ സിലിണ്ടറിൻ്റെ എണ്ണം മാറും. കാരണം നമുക്ക് പവർ ഔട്ട്പുട്ട് കൂടുതൽ വേണം, പെർഫോമൻസ് കൂടുതൽ വേണം. ദെൻ ഫ്ലൈ വീൽ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഒരു എഞ്ചിൻ്റെ ഒരു ഓവറോൾ സ്കെലട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, ക്രാങ്ക് ഷാഫ്റ്റ്. ദെൻ ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് പവർ ക്യാം ഷാഫ്റ്റിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ഇത്തരത്തിൽ ബെൽറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചെയിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വാൽവുകൾ ഓപ്പൺ ആകുന്നതും ക്ലോസ് ആകുന്നതും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ബെൽറ്റോ ചെയിനോ ഒക്കെ യൂസ് ചെയ്യും. സൈക്കിളിൽ നമ്മൾ സ്പ്രോക്കറ്റും അതുപോലെ തന്നെ ചെയിനും യൂസ് ചെയ്തുകൊണ്ട് പവർ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് വരുന്ന പവറിൻ്റെ ഒരു പാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ ഇത്തരത്തിൽ ബെൽറ്റോ ചെയിനോ നമ്മൾ യൂസ് ചെയ്യും. then ഈ കാണുന്ന പിസ്റ്റണും കണക്റ്റിംഗ് റോഡുമാണ്. ഇതാണ് ക്യാം ഷാഫ്റ്റ്. അതിൻ്റെ എൻഡിലായിട്ട് ആ ക്യാം ഷാഫ്റ്റ് നമ്മൾ ക്യാംസ് ഇത്തരത്തിൽ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വാൽവ് ഇത്തരത്തിൽ ഓപ്പൺ ആകുകയും ക്ലോസ് ആകുകയും ചെയ്യും. ഇതാണ് ഒരു എൻജിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എൻജിൻ്റെ ടെർമിനോളജീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. താങ്ക് യു.